നമുക്ക് വിദേശത്തൊരു ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പോലും നമുക്ക് മനപ്രയാസമില്ല. കാരണം അത്രയും ക്ലീൻ, നീറ്റ് ആൻഡ് ടൈഡിയാണ്. നേരെ മറിച്ച് ഇവിടെ ഒരു പൊതു ശൗചാലയം അതുപോലുള്ള ഒരു കക്കൂസോ എന്തെങ്കിലും ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 1 കിലോമീറ്റർ പരിധി കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റുമോ? അത്ര വലിയ ദുർഗന്ധമായിരിക്കും. കാരണം എന്താണ്? അത് പബ്ലിക് ടോയ്ലറ്റ് ആണ്. അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പബ്ലിക്കിന് അറിയില്ല എന്നുള്ളതാണ്. അവബോധം കിട്ടിയിട്ടില്ല. ഇതുണ്ടെങ്കിൽ മാത്രമേ അതനുസരിച്ച് നടക്കുള്ളൂ. അവിടെ ഒരു മിഠായി തിന്നാൽ അതിൻ്റെ ആ കടലാസ് ഉണ്ടല്ലോ, പേപ്പർ പോലും നമ്മൾ റോഡിൽ ഇടത്തില്ല. നേരെ മറിച്ച് ഇവിടെ ആണെങ്കിലോ നേരെ റോഡിലോട്ട് എറിയും. ഇവിടെ റോഡിൽ കാർക്കിച്ച് തുപ്പും. ആളുകൾ നടക്കാനുള്ള സ്ഥലമാണ്, ചെയ്യും. ഇതുപോലുള്ള എല്ലാ വൃത്തികേടുകളും ഇവിടെ നടക്കും. പക്ഷെ വിദേശങ്ങളിൽ ചെന്നാലോ ഇതേ ആളുകൾ മര്യാദയ്ക്ക് അവിടെ പെരുമാറുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അത് ഓരോ നാടിൻ്റെ സംസ്കാരം അനുസരിച്ച് ആ രീതിയിൽ അങ്ങ് പോവുക എന്നുള്ളതാണ് എടുത്തോണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഓരോ കാര്യത്തിലും സംയമനം പാലിക്കാനുള്ള, അതായത് എന്താണ് ക്ഷമ എന്നുള്ളതെന്ന് പഠിപ്പിക്കണം. ക്ഷമയില്ലായ്മ മൂലമാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് ഒരു ചെറിയ ഒരു എക്സാമ്പിള്, ഒരു ഓഫീസ് ബോയ്, അയാളുടെ ഈ ബോസിന്റെ മേശപ്പുറത്ത് എല്ലാ ദിവസവും അയാൾ നല്ല ഒരു റോസാ പുഷ്പം കൊണ്ടുവെക്കും, നല്ലൊരു പൂ കൊണ്ടുവെക്കും. അത് അയാൾക്ക് നിർബന്ധമൊന്നുമില്ല, വെക്കണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ അയാൾക്കൊരു സന്തോഷമാണ്. അയാൾ രാവിലെ വന്ന് എനർജറ്റിക് ആയിട്ട് വന്ന് ഈ പൂ അവിടെ വെക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം. ഒരു ദിവസം അയാൾ വെച്ച പൂവുണ്ടല്ലോ, നല്ല പൂ കിട്ടില്ല, വാടിയ പൂവാണ്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ഈ ബോസിന്റെ അടുത്ത് അങ്ങ് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഇത് നാണമില്ലേ നിങ്ങൾക്ക് ഇതുപോലൊരു വാടിയ പൂ ഇവിടെ എടുത്തു വെക്കാൻ? നിങ്ങളത് ചെയ്തത് വളരെ മോശമായി പോയില്ല, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ദിസ് ഈസ് ക്വൈറ്റ് ബാഡ് എന്ന് പറഞ്ഞു. അയാൾക്കത് വളരെ വല്ലാതെ ഫീൽ ചെയ്തു. ഈ ഓഫീസ് ബോയ് വന്നപ്പം അയാൾ അങ്ങ് ഭയങ്കരമായിട്ട് ശകാരിച്ചു. അയാളെ അതിഭയങ്കരമായിട്ട് ഒരുപാട് ശകാരിച്ചിട്ട് പറഞ്ഞു, നീ മര്യാദയില്ലാത്തവനാണ്, നിനക്ക് നിന്റെ ജോലി അറിഞ്ഞൂടാ, നന്നായിട്ട് ചെയ്തില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ശകാരിച്ചു. അയാൾക്ക് അങ്ങ് സങ്കടമായി, അയാൾക്ക് സങ്കടമായി. നേരെ അയാൾ ജോലി സമയം കഴിഞ്ഞ് അയാളുടെ വീട്ടിൽ ചെല്ലുന്നു. അയാൾ കോളിംഗ് ബെല്ലടിച്ചു. ഏതാണ്ട് 2 സെക്കൻഡ് കൊണ്ട് ഭാര്യ വന്ന് വാതിൽ തുറന്നു. പക്ഷേ ഈ 2 സെക്കൻഡ് എന്ന് പറയുന്നത് അയാൾക്ക് തോന്നി 2 മണിക്കൂർ എന്നുള്ളതാണ്. കാരണം അയാളുടെ മനസ്സിൽ ആ ദേഷ്യവും സങ്കടവും ഇരിക്കുകയാണ്. അയാൾ പറഞ്ഞു, അല്ലെങ്കിലും നീ എന്താ താമസിച്ചത്, നിനക്ക് എന്താ ഇവിടെ വന്നാൽ ഞാൻ ബെല്ലടിച്ച ഉടനെ വാതിൽ തുറന്നാൽ എന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങ് ശാസിച്ചു ഈ സ്ത്രീയെ. ഈ സ്ത്രീ നേരെ അകത്തോട്ട് പോയി സങ്കടപ്പെട്ട് പോയപ്പോൾ കാണുന്നത് മക്കൾ 2 പേര് ഇരുന്നുകൊണ്ട് ഭിത്തിയിലെല്ലാം പടം വരച്ചേക്കാണ്. മുഴുവൻ ഭിത്തി മുഴുവൻ നാശമാക്കി അവർക്ക് ഇഷ്ടമുള്ള പടങ്ങൾ വരച്ചു വെച്ചു. ആ സ്ത്രീ ഈ മകനെ അങ്ങ് ഒരുപാട് ശാസിച്ചു. നിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ ഭയങ്കര, നീ ഇത് കാണിച്ചേക്കുന്ന മഹാവൃത്തികേടാണ് എന്ന് പറഞ്ഞ് അങ്ങ് ശ്വാസിച്ചു. അവന് ദേഷ്യം വന്നിട്ട് അവൻ അവിടെ കിടന്ന ഒരു ഫുട്ബോൾ ഉണ്ട്, അതൊരൊറ്റ അടി കൊടുത്തു. ഇത് നേരെ ചെന്ന് അവിടെ വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്, വളർത്തു പൂച്ച. അതിൻ്റെ നെറ്റിയിലേക്ക് കൊണ്ടിട്ട് ആ പൂച്ച ചത്തുപോയി. ഇവിടെ പൂച്ചയെ കൊന്നതാരെ എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ആ കസ്റ്റമറാണോ പൂച്ചയെ കൊന്നത്, അതോ ആ മാനേജറാണോ പൂച്ചയെ കൊന്നത്, അതോ ഇവിടെ ഈ കൊച്ചു കുട്ടിയാണോ, അതോ ഈ ഭർത്താവാണോ ഭാര്യയാണോ എന്ന് ചിന്തിച്ചാൽ മതി. ക്ഷമയില്ലായ്മയാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം, ആളുകളെ സത്യം പറയാൻ പഠിപ്പിക്കണം. ഇവിടെ 3rd ഡിഗ്രി മെത്തേഡ് പോലീസിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത് എന്താണ് ഇവിടെ കാര്യം? ഇവിടെ എന്ത് അനാവശ്യം കാണിച്ചാലും അവനെ എത്ര വലിയൊരു കള്ളനെ വിളിച്ചുകൊണ്ട് പോയാലും അവൻ പറയും, അവൻ കണ്ടിട്ടേ ഇല്ല, അവൻ ഓച്ചറ എമ്പളത്തിൽ കുളിച്ചു വീഴാൻ പോയിരുന്നു എന്ന് പറയും. അവനൊന്നും അറിഞ്ഞൂടെന്ന് പറയും. നേരെ മറിച്ച് നമ്മൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എങ്ങനെ ഇതേപോലെ ഒരുത്തനെ ഒരു കൊലപാതകയോ അല്ലെങ്കിൽ ഒരു കള്ളനെയോ പിടിച്ചെന്നിരിക്കട്ടെ, പിടിച്ചു കഴിഞ്ഞാൽ അവനുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ അങ്ങ് പറയും. പിന്നെ അവനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ അടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ നമ്മൾ കള്ളം പറയാനാണ് പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ. അത് മാതാപിതാക്കൾ ആദ്യത്തെ അധ്യാപകരെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആരെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത ഒരാൾ വീട്ടിലേക്ക് കടന്നു വരാൻ പോകുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, അയാൾ വരും, എടാ ദൂല അയാൾ ഇങ്ങോട്ട് വരുന്നു കേട്ടോ, നീ ഗോവാലുള്ള ഇങ്ങോട്ട് കയറി വരുന്നു, നീ ഒരു കാര്യം ചെയ്യും, അച്ഛനെ വിടില്ലെന്ന് പറഞ്ഞെടുക്കാൻ പറയും. അത് അവൻ ആദ്യത്തെ ലൈസൻസ് ആണ്. അവൻ പറയും അച്ഛൻ ഇവിടെ ഇല്ല, അവൻ വേണമെങ്കിൽ പറയും അച്ഛൻ മരിച്ചോ എന്ന് പോലും അവൻ പറയും. കാരണം അവനെ ഏൽപ്പിച്ചേക്കുന്ന ജോലിയാണ്, കറക്റ്റായിട്ട് അവൻ ചെയ്യുന്നത്. അത് അവന് കള്ളം പറയാൻ കൊടുക്കുന്ന ലൈസൻസ് ആണ് എന്ന് നമ്മൾ എത്ര പേര് തിരിച്ചറിയും?
അറിയത്തില്ല. അതാണ് പ്രശ്നം. കുഞ്ഞുങ്ങളെ എപ്പോഴും സത്യം പറയാൻ പഠിപ്പിക്കണം, അതിന് ശീലിപ്പിക്കണം, പരിശീലിപ്പിക്കണം. അതാ ചെയ്യേണ്ടത്. അത് നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്ത് മനസ്സിലാക്കുന്നത്. അതുപോലെ ആർദ്രത, ദയ, ഇതൊക്കെ എന്താണ് എന്ന് കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് പഠിപ്പിക്കണം. അന്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അവർക്ക് നീട്ടാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം, പഠിപ്പിക്കണം. അത് ചെയ്യണം. ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന മഹാനായ സാഹിത്യകാരൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഒരു ചെറുകഥയുടെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ലിയോ ടോൾസ്റ്റോയ് ഒരു തണുത്ത പ്രഭാതത്തിൽ മോസ്കോയിലെ തെരുവിലേക്ക് നടക്കാൻ ഇറങ്ങുകയാണ്. അതിരാവിലെ അദ്ദേഹത്തിന് മോസ്കോയിലെ തെരുവിലെ ആ സമയത്തെ തണുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. മൈനസാണ് എപ്പോഴും ടെമ്പറേച്ചർ. ടോൾസ്റ്റോയ് അങ്ങോട്ട് നടന്നിറങ്ങുമ്പോൾ കാണുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. ഒരു യാചകൻ ആ തെരുവിലൂടെ എഴഞ്ഞു വരുന്നു പറഞ്ഞാൽ അയാൾക്ക് ഒരു കാലേ ഉള്ളൂ. ഒരു കാല് മുറിച്ചു മാറ്റപ്പെട്ട ആളാണ്. അയാൾക്ക് ഒരു ക്രച്ചസ് വാങ്ങാൻ നിവൃത്തിയില്ല. അയാൾ എഴഞ്ഞു വരികയാണ്. അയാളുടെ ദേഹമാസകലം വ്രണം, കീറി പറഞ്ഞ വസ്ത്രങ്ങൾ. ഈ മനുഷ്യൻ എഴഞ്ഞു വന്ന് ടോൾസ്റ്റോയുടെ നേരെ കൈനീട്ടി ഭിക്ഷയച്ചതാണ്. മനസ്സലിഞ്ഞ ടോൾസ്റ്റോയി അദ്ദേഹത്തിന്റെ 6-7 കുപ്പായിട്ടിട്ടുണ്ട് തണുപ്പിന്. അദ്ദേഹം അതിന്റെ പോക്കറ്റ് എല്ലാം പരുതി. പക്ഷേ നടക്കാൻ ഇറങ്ങിയതല്ലേ, ഒരു നാണയത്തുട്ട് പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അദ്ദേഹം നിരാശനായിട്ട് ഇളിഭ്യനായിട്ട് ഈ മനുഷ്യനെ നോക്കി പറഞ്ഞു, സഹോദര, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിലൊന്നുമില്ല, പണമില്ല. അപ്പൊ ആ യാചകന്റെ മറുപടിയാണ് ഇതിന്റെ ഇതിവൃത്തം. ആ യാചകൻ പറഞ്ഞു, അതിന് നിങ്ങളെല്ലാം എനിക്ക് തന്നില്ലേ? ഉടനെ ടോൾസ്റ്റോയ് പറഞ്ഞു, ഇല്ല, ഞാനൊന്നും തന്നില്ല, എൻ്റെ പണമില്ല, അതാ തരാഞ്ഞത്. അല്ല, നിങ്ങളെല്ലാം എനിക്ക് തന്നല്ലോ, നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചില്ലേ? ഈ ലോകത്ത് എന്നെ സഹോദര എന്ന് വിളിക്കാൻ എനിക്ക് ആരുമില്ല. അപ്പൊ ആ സംബോധന ഉണ്ടല്ലോ, സഹോദരൻ, ആ സഹോദരൻ എന്നുള്ള സംബോധന കൊണ്ട് അയാളുടെ വൈകല്യം, അയാളുടെ രോഗപീഠ, അയാളുടെ പട്ടിണി, കഷ്ടപ്പാട്, ഇതെല്ലാം അയാൾ മറന്നു എന്നുള്ളതാണ്. അതാണ് ആ വാക്കിന്റെ മാസ്മരികത. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 51 ക്യാപിറ്റൽ എയിൽ പറഞ്ഞിരിക്കുന്ന പൊതുവായ സാഹോദര്യം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഇതാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന സാഹിത്യകാരൻ എഴുതിയ പുസ്തകം നിങ്ങൾ കേട്ട് കാണും, പാവങ്ങളെന്ന മാക്സിംഗോ. ഇത് അദ്ദേഹം ലാ മിറാബിലെ ലെസ് മിസറബിൾസ് എന്ന് പറയുന്ന പുസ്തകം. അതില് ബിഷപ്പിന്റെ മെഴുതിരിക്കാലുകള് ഒരു കള്ളൻ ജീൻ പോയി മോഷ്ടിക്കുകയാണ്. അവൻ മെഴുതിരിക്കാലുകൾ മോഷ്ടിച്ചുകൊണ്ട് വെളിയിലേക്ക് പോയി. വഴിക്ക് വെച്ച് പോലീസ് പിടിച്ചു. ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി ഇത് മോഷണ മുതലാണ്, ഇത് ഇവിടെ കയറി മോഷ്ടിച്ചാണെന്ന് മനസ്സിലായി. ഈ കള്ളനും മെഴുതിരിക്കാലുകളുമായിട്ട് പോലീസ് നേരെ ബിഷപ്പിന്റെ അടുത്തേക്ക് വരികയാണ്. ബിഷപ്പിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇത് അങ്ങയുടെ മെഴുതിരിക്കാലുകളാണല്ലേ? അതെ. ഇത് ഇവൻ മോഷ്ടിച്ചതാണ്. അപ്പൊ ബിഷപ്പിന്റെ മറുപടി, അല്ല, ഞാൻ കൊടുത്തതാണ്. അങ്ങേക്ക് ഇവനെ അറിയാമോ? അറിയാം. ആരാണിവൻ? എൻ്റെ സഹോദരൻ. അതോടുകൂടി അവന്റെ ജീവിതം മാറി മറിയുകയാണ്, ആ കള്ളന്റെ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? നമ്മുടെ രാജ്യത്തിന്റെ 2 പ്രത്യേകതകളാണുള്ളത്. അത് നമ്മുടെ ഭരണഘടനയിലെ ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ 51 ക്യാപിറ്റൽ എയിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, ഭാഷാപരമായ വൈവിധ്യം. എത്ര 900-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുള്ള ഒരേ ഒരു രാജ്യം നമ്മുടെ ഭാരതമാണ്. ഇത്രയും ഭാഷകളുള്ള ഒരു രാജ്യവും ലോകത്ത് വേറെയില്ല. അതേപോലെ തന്നെ റിലീജിയസ് ഡൈവേഴ്സിറ്റി, മതപരമായ വൈവിധ്യം. ഇത്രത്തോളം മതങ്ങളുമുള്ള ഒരു രാജ്യവും ലോകത്ത് വേറെയില്ല. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്ത് ഈ വൈവിധ്യങ്ങളിടയിൽ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അതിന് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, one shall renounce all practices derogatory to the dignity of women. അതായത് എല്ലാവരും സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന എല്ലാ പ്രവൃത്തികളും പാടെ ഉപേക്ഷിക്കണം. റിനൗൺസിയേഷൻ എന്നാ പറഞ്ഞേക്കുന്നത്, ഉപേക്ഷിക്കണം. അപ്പോ സ്ത്രീകളുടെ അന്തസ്സിനെ കാക്കാത്ത രാജ്യം എന്ന് പറയുന്നത് ഒരു ശരിയായ രാജ്യമല്ല, ഒരു രാഷ്ട്രമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. പിന്നെ 2ാമത്തെ കാര്യം, കോമൺ ബ്രദർഹുഡ്. അതാണ് ഞാൻ ഈ പറഞ്ഞ പൊതുവായ സാഹോദര്യം. എൻ്റെ അടുത്തിരിക്കുന്ന ആള് ഏത് ജാതിയോ മതമോ തിരുവപ്പെട്ട ആളാവട്ടെ, ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാവട്ടെ, അയാൾ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരിയാണ്. അതൊരു കാഴ്ചപ്പാട് വേണം. ഈ കാഴ്ചപ്പാട് വേണമെങ്കിൽ നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യണം കുഞ്ഞുങ്ങളിൽ ഈ ഫീലിംഗ് കുഞ്ഞുനാൾ മുതൽ. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ മാതാപിതാക്കള്, നീ നിന്റെ കൂട്ടുകാരാരാ, അത് ഇന്നാരാണ്, അവന്റെ പേര് കേട്ടു, അയ്യോ അത് അവൻ്റെ കൂടെ കൂട്ടുകൂടരുത് കേട്ടോ, ഇവൻ ആരാന്ന് പോലും ഇവർക്ക് അറിയില്ല, പക്ഷേ പറഞ്ഞു കൊടുക്കും.
അതോടുകൂടി കുഞ്ഞിന് ആ വർഗ്ഗക്കാരനോട് ഒരു വൈരാഗ്യം വരികയാണ് മനസ്സിൽ. ഇത് ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരിക്കലും അത് പാടില്ല. നമുക്ക് നല്ല ഒരു രാജ്യത്തിന് വേണ്ടി, നല്ല ഒരു നാളേക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പൊതുവായ സാഹോദര്യം കുഞ്ഞുങ്ങളിൽ വളർത്തുക എന്നുള്ളതാണ്.